നമസ്കാരം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ സംസാരിച്ചത് യൂട്രസ് താഴ്ച അല്ലെങ്കിൽ മൂത്രസഞ്ചി താഴ്ച എങ്ങനെ വരുന്നു, എന്തുകൊണ്ട് വരുന്നു, അതെങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ പറ്റിയാണ്. അപ്പം അന്ന് ഞാൻ പറഞ്ഞിരുന്നു അതിൽ ഏർലി സ്റ്റേജസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സസൈസ് ഉണ്ട്. അതിൻ്റെ പേര് കീഗൽസ് എക്സസൈസ് എന്നാണ്. അത് ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫർദർ അത് കൂടുന്നത് നമുക്ക് തടയാൻ പറ്റും എന്നുള്ള രീതിയിൽ ഞാൻ സംസാരിച്ചിരുന്നു. അപ്പം ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത് എങ്ങനെ കീഗൽസ് എക്സസൈസ് ചെയ്യാം. അപ്പോൾ ഇതിന് മെയിനായിട്ടുള്ള ആർക്കൊക്കെ ചെയ്യാം അല്ലെങ്കിൽ ആർക്കൊക്കെ ഇത് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ മെയിനായിട്ട് ഇതിൻ്റെ സിംറ്റംസ് ആൾക്കാർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഒന്ന്, ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും അല്ലെങ്കിൽ ചിരിക്കുമ്പോൾ വരെ മൂത്രം പോകുന്നു എന്ന് കംപ്ലൈൻറ്റുമായിട്ട് ആൾക്കാർ വരാറുണ്ട്. രണ്ട്, മൂത്രം ഒഴിക്കാൻ മുട്ടി ടോയ്ലറ്റിൽ എത്തുന്നതിന് മുന്നേ തന്നെ മൂത്രം ഒഴിച്ചു പോകുന്നു എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. മൂന്ന്, താഴെ എന്തോ ഒരു ഹെവിനെസ് പോലെ ഫീൽ ചെയ്യുന്നു അല്ലെങ്കിൽ താഴെ ലൂസായിട്ട് ഫീൽ ചെയ്യുന്നു എന്ന് പറയുന്നവരുണ്ട്. അല്ലെങ്കിൽ താഴ്ഭാഗത്തൂടെ ഗ്യാസ് പോകുന്നത് പോലെ ഫീൽ ചെയ്യുന്നു എന്ന് പറയുന്നവരുണ്ട്. അപ്പം ഇങ്ങനെ പറയുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ എക്സസൈസ് ചെയ്യുക. ഇതിൻ്റെ പേര് കീഗൽസ് എക്സസൈസ് എന്നാണ്. എന്തിനു വേണ്ടി ഇത് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനത്തെ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത് നമ്മുടെ താഴത്തെ പെൽവിക് ഫ്ലോറിൻ്റെ മസിൽ വീക്ക്നെസ് കാരണം അല്ലെങ്കിൽ റിലാക്സേഷൻ കാരണമാണ്. അത് ടൈറ്റനിങ് ചെയ്യാനുള്ള എക്സസൈസാണ് ഈ കീഗൽസ് എക്സസൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എപ്പോൾ ചെയ്യാം, എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ്. ആദ്യം നമ്മളിത് ചെയ്യുന്നതിന് മുന്നേ മൂത്രം കംപ്ലീറ്റ് ആയിട്ട് ഒഴിച്ചിരിക്കണം. രണ്ട്, നിങ്ങൾക്ക് എവിടെ വെച്ച് വേണോ ഇത് ചെയ്യാം, ഇരിക്കുമ്പോഴോ കിടക്കുമ്പോഴോ നിൽക്കുമ്പോഴോ എപ്പോഴാണെന്ന് വെച്ചാൽ വെറെവർ യു ആർ കംഫർട്ടബിൾ നിങ്ങൾക്ക് ആ സമയത്ത് ചെയ്യാവുന്നതാണ്. ഇനി ഇത് എങ്ങനെ ചെയ്യും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ നമ്മുടെ മോശം പോകുന്ന ആ ഭാഗത്തിന് ചുറ്റുമുള്ള ദ്വാരം അല്ലെങ്കിൽ മൂത്രം ഒഴിക്കുന്ന ആ ഭാഗത്തിന് ചുറ്റുമുള്ള ദ്വാരം അത് ഉള്ളിലേക്ക് പിടിക്കുക. ഉള്ളിലേക്ക് പിടിക്കുക എന്ന് പറഞ്ഞാൽ ആ ഹോള് ചുരുങ്ങുന്ന രീതിയിൽ ഉള്ളിലേക്ക് പിടിക്കുക. അതിനിപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ എവിടെയെങ്കിലും പുറത്തേക്ക് യാത്ര പോകുന്നു, നമുക്ക് അത്യാവശ്യമായിട്ട് മൂത്രം ഒഴിക്കാനുണ്ട്, പക്ഷേ അവിടെ എങ്ങും ബാത്റൂം ഇല്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ മൂത്രം ഒഴിക്കാൻ മുട്ടിയിരിക്കുമ്പോൾ നമ്മൾ അവിടെ ഭാഗം ഭയങ്കരമായിട്ട് ചുരുക്കി പിടിക്കും, കാരണം മൂത്രം പോകാതിരിക്കാൻ വേണ്ടി. ആ സെയിം പ്രൊസീജിയറാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അതുപോലെ, അതായത് യൂറിത്രയുടെ ഓപ്പണിങ്, അതായത് മൂത്രം പോകുന്ന ആ ഓപ്പണിങ് കംപ്ലീറ്റ് ആയിട്ട് ക്ലോസ് ചെയ്ത് അകത്തൊക്കെ വരുന്നത് പോലെ നമ്മൾ അതിനെ അകത്തേക്ക് പിടിക്കുക. എന്നിട്ട് നോർമലായിട്ട് ബ്രീത്ത് ചെയ്യുക. എന്നിട്ട് 1 മുതൽ 3 വരെ കൗണ്ട് ചെയ്യുക. അതായത് 3 സെക്കൻഡ്സ് അത് ഹോൾഡ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശം. അതായത് അങ്ങനെ മുറുക്കി പിടിച്ചുകൊണ്ട് നോർമലായിട്ട് ബ്രീത്ത് എടുത്തുകൊണ്ട് നമ്മൾ 3 വരെ കൗണ്ട് ചെയ്യുക. കാരണം ഇനിഷ്യലി നമുക്കത് 3 വരെയൊക്കെ പറ്റുള്ളൂ. 3 സെക്കൻഡ്സേ നമുക്കത് ഹോൾഡ് ചെയ്യാൻ പറ്റും. അത് കഴിയുമ്പോൾ അത് വീണ്ടും വിടുക, വീണ്ടും അത് പിടിക്കുക, അത് 3 വരെ കൗണ്ട് ചെയ്യുക. ആ 2 സാധനങ്ങൾ തമ്മിൽ, അതായത് 2 പ്രാവശ്യം ചെയ്യുന്ന സാധനങ്ങൾ തമ്മിൽ മിനിമം ഒരു 10 സെക്കൻഡ്സിൻ്റെ ഗ്യാപ്പ് വേണം. ആദ്യം 3 പ്രാവശ്യം കൗണ്ട് ചെയ്യുന്നവരെ ഹോൾഡ് ചെയ്തു, ഒരു 10 സെക്കൻഡ്സ് വെയിറ്റ് ചെയ്തു, അത് കഴിഞ്ഞ് വീണ്ടും 3 പ്രാവശ്യം ഹോൾഡ് ചെയ്തു, അങ്ങനെ. അപ്പോൾ ആദ്യം നിങ്ങളിത് ചെയ്യുമ്പോൾ ടൈം ഡ്യൂറേഷൻ കുറച്ച് 3 പ്രാവശ്യം കൗണ്ട് ചെയ്യുന്നവരെ ഹോൾഡ് ചെയ്ത് ഒരു 3 ടൈംസ് പെർ ഡേ ചെയ്യത്തക്ക രീതിയിൽ സ്റ്റാർട്ട് ചെയ്യാം. പതിയെ പതിയെ അതിൻ്റെ ചെയ്യുന്ന ടൈം ഡ്യൂറേഷൻ കൂട്ടുക, എത്ര പ്രാവശ്യം ചെയ്യുന്നു എന്നുള്ളതും കൂട്ടുക. അതായത് അത് പതിയെ 3 സെക്കൻഡ് എന്നുള്ളത് 5 സെക്കൻഡ് ആക്കുക, പിന്നെ അത് 10 സെക്കൻഡ് ആക്കി മാറ്റുക. അതായത് 10 വരെ കൗണ്ട് ചെയ്യുന്നത് വരെ അത് ഹോൾഡ് ചെയ്ത് നോർമലായിട്ട് ബ്രീത്ത് എടുത്ത് ഹോൾഡ് ചെയ്ത് വെക്കാൻ ശ്രമിക്കുക. അത് ചെയ്യുമ്പോൾ അറ്റ് എ ടൈം, അതായത് 10 സെക്കൻഡ്സ്, ഒരു 2 പ്രാവശ്യം ചെയ്യുന്നത് തമ്മിൽ 10 സെക്കൻഡിൻ്റെ ഗ്യാപ്പ് ഇട്ട് 10 പ്രാവശ്യം ഒരു സമയം ചെയ്യുക. ഞാനിപ്പോൾ രാവിലെ എടുക്കുകയാണ്, ഞാൻ രാവിലെ ഇരിക്കുന്ന സ്ഥലത്തിരുന്നിട്ട് എക്സസൈസ് ചെയ്യുകയാണ്. ആദ്യം നോർമലായിട്ട് ബ്രീത്ത് എടുത്തു, താഴ്ഭാഗം ചുരുക്കി പിടിച്ചു, 10 വരെ മൈൻഡിൽ കൗണ്ട് ചെയ്തു, വിട്ടു, 10 സെക്കൻഡ്സ് വെറുതെ ഇരുന്നു, വീണ്ടും ഞാൻ ആ താഴ്ഭാഗം ടൈറ്റാക്കി പിടിക്കുകയാണ്, വീണ്ടും ഞാൻ 10 വരെ കൗണ്ട് ചെയ്യണം. അങ്ങനെ 10 റെപ്പറ്റീഷൻസ് ഒരു പ്രാവശ്യം ചെയ്യുമ്പോൾ ചെയ്യണം. അങ്ങനെ 3 ടൈംസ് പെർ ഡേ, അതായത് ഒരു ദിവസം 3 പ്രാവശ്യം. ഇതാണ് ശരിക്കും കീഗൽസ് എക്സസൈസ് എന്ന് പറയുന്നത്. അത് ചെയ്യുമ്പോൾ നമ്മുടെ താഴ്ഭാഗത്തെ മസിൽസ് സ്ട്രോങ് ആവും. നിങ്ങൾക്ക് ഈ ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും ഉണ്ടാകുന്ന മൂത്രം പോകുന്നു എന്നുള്ള പറയുന്ന കംപ്ലയിൻറ്റ്സ് കുറയും. ഫർദർ ഡിസെൻറ്റ്, അതായത് യൂട്രസ് താഴ്ചയായാലും മൂത്രസഞ്ചി താഴ്ചയായാലും ഫർദർ കൂടുന്നത് നമുക്ക് തടയാൻ കഴിയും എന്നുള്ളതാണ്. നന്ദി, നമസ്കാരം.